നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് ബീച്ചിലാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? വരി. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല വൈബിനായിരിക്കും കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമൊന്നുമല്ല, അടിമുടി മാറാൻ പോവാണ് നമ്മൾ കോഴിക്കോട് ബീച്ച്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും സ്ട്രക്ചറൊക്കെ നിങ്ങൾ നോക്കി, ഇതേപോലത്തെ ഒരു 90 എണ്ണമാണ് ഇവിടെ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾ, ഇവിടെ ഒരു ബായ് ഉണ്ട്, ബായിൻ്റെ അടുത്തും പോയി ചോദിച്ചു നോക്കാം. വരി ബായ്. ഈ ഇവിടെ കാണുന്ന ഈ ചെറിയ ചെറിയ ഷോപ്പൊക്കെ എന്തിൻ്റെ ഷോപ്പാണെന്നറിയോ? അത് ഐശ്വര്യ ചായമൻ്റെ ഐശ്വര്യ ഈ ചായക്കട എല്ലാം അങ്ങോട്ട് മാറും. അങ്ങോട്ട് മാറുക, അവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, കംപ്ലീറ്റ് ബീച്ച് ഓപ്പൺ ആവും അല്ലേ? ഓപ്പണാ. അപ്പൊ അങ്ങനെയാണ് പരിപാടി. അപ്പൊ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മളെ മച്ചാനെ ഇവിടെ കാണുന്നത്. എല്ലാവർക്കും പരിചയം ഉണ്ടോ? ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മല്ലു കാർട്ടക് നമ്മളെ തൃശ്ശൂരുള്ള മച്ചാൻ ഗഡിയാണ്. ഇവിടെ ചെറിയൊരു ആവശ്യത്തിന് വന്നാണ് അല്ലേ? ബേബി ഹോസ്പിറ്റൽ. ഓക്കെ, കണ്ടതിൽ വലിയ സന്തോഷം. അപ്പോൾ അടുത്ത മാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബീച്ച് കംപ്ലീറ്റ് മാറാൻ വേണ്ടി പോവാം. ഇവിടെയുള്ള ഈ ഐശ്വര്യദീന കട, അതേമാതിരി ചായപ്പീടിയ തുടങ്ങിയിട്ട് ബീച്ചിൽ എന്തൊക്കെ കടകളുണ്ടോ, ഐസ് എല്ലാം നമ്മൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി പോവാം. ബീച്ചാണെങ്കിൽ കംപ്ലീറ്റ് ഓപ്പൺ ആവും. ഇവിടെ ഒരു കട പോലും ഇവിടെ ഉണ്ടാവില്ല. വേറെ ലെവലിലേക്ക് ബീച്ച് അങ്ങോട്ട് മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ ഡേറ്റും അതുപോലെ തന്നെ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.